ആമിർ ഖാൻ മാത്രം സൂപ്പർ. ഒരു സ്ക്രീൻ പ്രസൻസും ഇല്ല. എനിക്കൊന്നും ഇടേണ്ട കേട്ടോ, അവസാനം എന്നെ എല്ലാവരും കൂടെ കത്തി വയ്ക്കും. ഒട്ടും ഇഷ്ടമായില്ല. താങ്ക് യു. അടിപൊളി അടിപൊളി. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു ആമിർ ഖാൻ, നമുക്ക് ഇങ്ങോട്ടെന്ന് പറയാം. ആമിർ ഖാൻ ഇല്ല, കോമഡി അല്ല, ഒരിക്കലല്ല. ലോകേഷിൻ്റെ സിനിമകൾ കാണുന്ന ഒരാൾക്ക് അത്യാവശ്യം എപ്പോഴും വന്ന് മിസ്സാക്കാതിരിക്കാൻ തോന്നും. പക്ഷേ ആമിർ ഖാനിന് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് പുള്ളീനെ ഒരുമാതിരി ഒതുക്കിക്കാണുന്ന പോലെ തോന്നി. പക്ഷെ ബാക്കിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഗിരീഷ് ഗംഗാധരായാലും ക്യാമറ ആയാലും അനിരുദ്ധിൻ്റെ പറയാതിരിക്കാൻ പറ്റില്ല, അത്ര അടിപൊളി. എനിക്ക് പടം ഓവറോൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ മേ ബി ആ ഒരു ഹൈപ്പിനൊത്ത് അത് കാണത്തില്ലായിരിക്കും. പക്ഷേ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫിലിം. പക്ഷെ പടം കൊള്ളൂലടാ, ബോറുപടം. പ്രതീക്ഷ കൂടി കൊണ്ടാണോ? എനിക്ക് തോന്നുന്നു ഹൈപ്പിനകത്ത് ഒന്നും വന്നില്ല. ലോകേഷും പ്രാവശ്യം ഒന്നും അങ്ങോട്ട് ഒന്നും ശരിയായില്ല. മ്യൂസിക് ആയിരുന്നാലും ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നാലും ആ ഒരു എക്സ്പെക്ടേഷൻ അത്ര വന്നില്ല. എനിക്ക് തോന്നുന്നു സ്ക്രീൻ പ്ലേയിൽ കുറച്ചുകൂടെ അവർ റൈറ്റ് ചെയ്യണമായിരുന്നു, തിരിച്ച് ചെയ്യണമായിരുന്നു. അപ്പം കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ ആക്കായിരുന്നു. കൊമേഴ്ഷ്യൽ ആക്കാനുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അവർ അത് ചെയ്തില്ല. ലോകേഷ് അവൻ്റെ ആ ഒരു സ്റ്റൈലിനെ പിടിച്ച് ആ ഒരു ഇതിനെ പിടിച്ച്, പക്ഷേ എക്സ്പെക്റ്റേഷൻ അത്ര എത്തിയിട്ടില്ല. നമ്മൾ ഒരുപാട് ഹൈപ്പ് ചെയ്യുന്ന പടം, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഒന്നുമില്ല. നമുക്കൊരു ഗൂസ്ബം മൊമെൻ്റ് എന്ന് പറയുന്ന സാധനം പോലും ഇല്ല അതിനകത്ത്. 3 മണിക്കൂർ ഒരു വರ್ತല്ല. ഒരു ഇതില്ല അതിൽ. ആ പാട്ട് മാത്രം കൊള്ളാൻ പോയിരുന്നു. ഞാൻ മോണിക്ക തെറ്റ് തന്നെ, കാരണം ഗ്യാസിൽ പോയി കിടന്ന് ഉറങ്ങാം. അത്ര പടം സത്യം പറഞ്ഞാൽ കൂതറ പടമാണ്. ലിയോ വെച്ച് നോക്കുമ്പോൾ ലിയോയിൽ ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് മോശം. ഇതിൽ ഫസ്റ്റ് തൊട്ടേ മോശമാണ്, വെറും ബോറ് പടമാണ്. മോണിക്ക മാത്രമേ ഇത്തിരി കാണാൻ കൊള്ളാം. മോണിക്ക ആദ്യത്തെ മറ്റേ ഒരു പാട്ടുണ്ട്, കൂലിയുടെ ഒരു പാട്ട്. എണീറ്റൊന്നും ഇല്ല, അത്രയ്ക്കൊന്നും ഇല്ല. സൗബിനൊക്കെ കിടിലുമായിരുന്നു. സൗബിൻ നല്ല അഭിനയമായിരുന്നു. നാഗാർജുന ലാസ്റ്റ് വെച്ചാണ് നാഗാർജുനെ ഇത്തിരി കാണിക്കണം. പക്ഷേ പടം കൊള്ളൂല. അല്ലാതെ ആമിർ ഖാൻ ഒരു കോമഡി പീസ് പോലെയാണ് ആ സിനിമയിൽ കാണിച്ചത്. ആമിർ ഖാൻ വെറും കോമഡി പീസ്. അന്ന് എന്തിനൊക്കെ കാണിക്കണുണ്ട്, ഒന്നും മനസ്സിലാവണമില്ല. എന്തിന് അമീർ ഖാനെ വെച്ചെന്ന് ദൈവത്തിന് തന്നെ അറിയാം. ഒരുമാതിരി കൂതറ പടം. ഇത് ലോകേഷ് ചെയ്തതാണെന്നൊരു സംശയമായിരുന്നു ഇടയ്ക്ക് വെച്ച്. ഇൻട്രോയിൽ ഒരു പഞ്ച് പോലും ഇല്ല. ഒരു പഞ്ച് സാധാരണ ലോകേഷ് പടത്തിന് ഒരു പഞ്ച് ഉണ്ടല്ലോ, ഇത് പഞ്ച് പോലും ഇല്ല. എന്തൊരു പടം. ആവറേജ് പടം, ഇല്ലെങ്കിൽ വരാതിരിക്കുന്നത് നല്ലത്. വലിയൊരു പ്രതീക്ഷത്ര ഹൈപ്പിന് അത്ര ഒന്നും ഇല്ല. വലിയ ഒരു ആവറേജ് പോയി. സ്ഥിരം കഥ തന്നെയാണ് പുള്ളിയും ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് എന്തൊക്കെ കുറച്ച് സീൻസ് ഉണ്ട് അമീർ ഖാൻ വന്ന് നിക്കറൊക്കെ ഇട്ട് ചെയ്യുന്നത് കണ്ടു നോക്കുക. നമ്മളൊന്ന് പറയാം. കൂലി കൈക്കൂലിയായ അവസ്ഥയാണെന്ന് പറയേണ്ടി വരും. ലോകേഷ് നമ്മളെ പറ്റിച്ചു എന്ന് പറയാം. സ്റ്റോറി ഭയങ്കര വീക്ക് അല്ല ബ്രോ, ഹൈപ്പിനുള്ളത് അല്ല. അപ്പോൾ ഒരു സാധാ ഒരു സിനിമ പക്ഷേ മോശം പറയാനുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ രജനീകാന്തിൻ്റെ സിനിമ ഇത്രയും സ്റ്റാർ കാസ്റ്റുള്ള പടമാണ്. ലോകേഷിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു എത്ര ഹൈപ്പില്ലെന്ന് പറയുന്ന ഒരു ഹൈപ്പ് ഉണ്ട് അതിന്. പക്ഷേ അതിനൊട്ടും നീതി പുലർത്തിയിട്ടില്ല. എസ്പെഷ്യലി സ്റ്റോറിയാണ് ഭയങ്കര വീക്ക് സ്റ്റോറിയാണ്. എന്ന് വെച്ചാൽ ഒരു ലിയോയുടെ സെക്കൻഡ് പാർട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്. അതെനിക്ക് എൻ്റെ മൂവിയിൽ ഇത് തോന്നിയിട്ടുണ്ട്. ലിയോയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന് ലോകേഷിൻ്റെ സിനിമകളിൽ പ്രധാനമായിട്ട് ആക്ഷൻ സീൻസ് നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ ഇതിൽ ആക്ഷനും ഭയങ്കര ലെറ്റ് ഡൗൺ ആയിരുന്നു. അനിരുദ്ധിൻ്റെ ബീജും എല്ലാം കട്ട ശോകമായിരുന്നു. ഒന്നും പറയാൻ വളരെ മോശമായിരുന്നു. എല്ലാവരെയും കൊണ്ടുവന്നിട്ടോ, അതായത് നാഗാർജുന, ഉപേന്ദ്ര, അമീർ ഖാൻ ഇവരെല്ലാം കൊണ്ടുവന്നിട്ട് ഇവർക്കുള്ളൊരു സ്പേസ് കൂടുതലുണ്ടായിരുന്നത് നാഗാർജുനയ്ക്കായിരുന്നു. നാഗാർജുനയ്ക്ക് ഒരു സീനിൽ മാത്രം, പുള്ളി വില്ലനാണ്, അതെല്ലാവർക്കും അറിയാം. ഒരു സീനിൽ മാത്രമാണ് പുള്ളിയോട് നമുക്കൊരു സാറ്റിസ്ഫൈഡ് എന്ന് തോന്നുന്നൊരു സീനുള്ളത്. ബാക്കിയെല്ലാം പുള്ളിക്കും അത്ര പോരാ. ഉപേന്ദ്രയൊക്കെ ഇച്ചിരി കോമഡി ആയിരുന്നു. കോമാളി എന്ന് പറയുന്നില്ല, പക്ഷേ എന്താ പറയണ്ടേ, അതൊരു ട്രോൾ മെറ്റീരിയലാണ് OTT-ലേക്ക് വരുന്ന സമയത്ത്. അതിന് വേണ്ടി ഇല്ല സിനിമ. സൗബിൻ അടിപൊളിയായിരുന്നു. സൗബിൻ സെറ്റായിരുന്നു. സൗബിൻ മാത്രമാണ് എനിക്കതിൽ പോസിറ്റീവായിട്ട് തോന്നിയത്. നല്ലൊരു പുള്ളിയെ കൊണ്ടുപോയിട്ട് കോമഡി ആക്കിയിട്ടില്ല. പുള്ളിയാണ് അത്യാവശ്യം നൈസായിട്ട് തോന്നിയിട്ടുള്ളത്. ടിക്കറ്റ് എടുത്ത് പോയതുകൊണ്ട് കണ്ടിരിക്കാമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം നന്നായിട്ട് ബോറടിച്ചു. 3 മണിക്കൂറുണ്ട്. ആദ്യത്തെ 1 മണിക്കൂർ ഭയങ്കര ശോകമായിരുന്നു. നല്ല എഴച്ചിലായിരുന്നു സിനിമ. ശ്രുതി ഹാസൻ അത്യാവശ്യം കൊള്ളായിരുന്നു. പുള്ളിക്കാർ സാധാരണ ചെയ്യുന്ന കുറേ ശോകം റോളുകളല്ലായിരുന്നു. ഇച്ചിരി ഇമോഷണൽ കണക്റ്റ് ആവുന്ന സീൻസ് ഉണ്ട് പുള്ളിക്കാരിക്ക്. അത്യാവശ്യം അഭിനയിക്കാനുള്ള മുഹൂർത്തങ്ങളുള്ള സീൻസെല്ലാം പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. അത്രയില്ല, ആവറേജ്. എല്ലാവരും ഒരു ആവറേജ് അഭിനയം, അത്രേ ഉള്ളൂ. അങ്ങനൊന്നും തോന്നിയില്ല. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാതെ. നാഗാർജുന, രജനീകാന്ത്
എല്ലാവരും നോർമൽ അത്രേ ഉള്ളൂ.